ഹായ് മക്കളെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് റിമൈൻഡർ ഓഫ് ഡിവിഷൻ ബൈനോമിയൽ തിയറം, ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഇൻ ഓൾ JEE മെയിൻ എക്സാമിനേഷൻസ്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ എന്ന് നോക്കൂ. JEE മെയിൻ 2025 വന്നിരിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. ദ റിമൈൻഡർ വെൻ 7⁻103 ഈസ് ഡിവൈഡഡ് ബൈ 23. ഈ ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരിക. The remainder when n raised to m is divided by k. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ 7⁻103 ആണ് ഇവിടെ വന്നിരിക്കുന്ന നമ്പർ. ഡിവൈഡ് ചെയ്യുന്നത് ഏതുകൊണ്ടാണ്? 23 കൊണ്ടാണ്. അപ്പം നമ്മൾ പവേഴ്സ് ഓഫ് 7 എഴുതുക, 7ന്റെ പവേഴ്സ് എഴുതുക, അല്ലെങ്കിൽ എക്സ്പൊണൻസ് ഓഫ് 7. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? മൾട്ടിപ്പിൾസ് ഓഫ് 23 എഴുതുക. ഓഫ് 23. അപ്പോൾ 7ന്റെ പവറുകൾ എഴുതുമ്പം 7 ആണ് ഫസ്റ്റ് പവർ. 7 സ്ക്വയർ എത്രയാ? 49 ആണ്. 7 ക്യൂബ് എത്രയാ? 7 ക്യൂബ് എന്ന് പറയുമ്പോൾ 343 ആണ്. 23ന്റെ മൾട്ടിപ്പിൾസ് എഴുതുമ്പോൾ 23 ആണ്. അടുത്തത് എന്താണ്? 26 ആണ്. അടുത്തത് എന്താണ്? 49 ആണ്. 69 ആണ് അല്ലേ? 69 ആണ്. ഇങ്ങനെ പോകും. 46, 50, 69 ഇങ്ങനെ പോകും. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ 7ന്റെ പവറും 23യുടെ മൾട്ടിപ്പിൾസും തമ്മിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന നമ്പേഴ്സുകൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. 7ന്റെ പവർ 49, 23ന്റെ മൾട്ടിപ്പിൾസ് 46. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 3 ആണ്. നിയറസ്റ്റ് ഡിഫറൻസ് വരുന്നത് ഏതൊക്കെ നോക്കണം. അതേപോലെ തന്നെ ഈ 343 നോക്കുമ്പം 23 × 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 345 ആണ്. കണ്ടോ, ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. 2. അപ്പോൾ ഇങ്ങനെ നമുക്ക് 7ന്റെ പവറിനെയും 23യുടെ മൾട്ടിപ്പിൾസിനെയും കണക്ട് ചെയ്യുന്ന നിയറസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ്, അതായത് ഒരു 2ന്റെ ഡിഫറൻസ്, ഒരു 5ന്റെ ഡിഫറൻസ്, ഒരു 7ന്റെ ഡിഫറൻസ് ഇങ്ങനെ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 7ന്റെ പവറായിട്ടുള്ള 7 സ്ക്വയറും 46ഉം തമ്മിൽ കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ 343ഉം 345ഉം തമ്മിൽ ഡിഫറൻസ് 2 ഉള്ളൂ. ഇതിൽ ഏതെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? 7 ക്യൂബും 345ഉം. അപ്പം എക്സ്പ്രസ് 7 ക്യൂബ് ഇൻ ടേംസ് ഓഫ് ഏത്? 345. ഇനി അതാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇനി നോക്കുക, 103 എന്തല്ല? 3ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പം അതിന് മുന്നേ ഉള്ള മൾട്ടിപ്പിൾ ഏതാ? 102 ആണ്. അപ്പം നമുക്ക് ആദ്യം 7 × 7⁻102 എന്ന് എഴുതി. അപ്പം 7 × 7³ raised to 34 ആണത്. അപ്പം 7 × 7³ എന്ന് പറഞ്ഞാൽ എന്താണ്? 343 ആണ്. അപ്പം നമുക്ക് 23ന്റെ മൾട്ടിപ്പിൾ 345 ആണ്. 7 ക്യൂബിനെ ഇൻ ടേംസ് ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 33 ആക്കി എഴുതുമ്പോൾ 345 - 2 ആണ് 343 raised to 34. ഇനി ബൈനോമിയൽ എക്സ്പാൻഷൻ ആണ്. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്യുമ്പം 7 × അല്ലേ, എല്ലാ ടേമിലും ആദ്യത്തെ ടേം വരെ 345 raised to 34 ആണ്. ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നിങ്ങൾക്കറിയാം ലാസ്റ്റ് ടേം വരിക -2 whole raised to 34 ആണ്. അപ്പോൾ ഈ ലാസ്റ്റ് ടേമിൽ ഒഴികെ ബാക്കി എല്ലാ ടേമും 23 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം ഈ ടേം 345 എല്ലാ ടേമിലും ഉണ്ട്. 345 എന്താണ്? 23ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇനി ഇവിടെ ബാക്കി വരുന്നത് ഏതാണെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലേ. 7 × പറ -2 raised to 34 ആണ്. അതായത് 7 × 2 raised to 34. ഇതാണ് അടുത്തത്. ഇനി നമുക്ക് നോക്കേണ്ടത് 2ന്റെ പവറുകൾ നോക്കണം അല്ലേ. 23ന്റെ മൾട്ടിപ്പിൾ നോക്കണം. 2ന്റെ പവറുകൾ നോക്കുമ്പോൾ 2 raised to 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 256 ആണ്. 23 × 11 എന്ന് പറഞ്ഞാൽ എത്രയാ? 253 ആണ്. ഇവന്മാർ തമ്മിലുള്ള ഡിഫറൻസ് എത്രയേ ഉള്ളൂ? 3 ഉള്ളൂ. അപ്പം 34 എന്തല്ല? 8ന്റെ മൾട്ടിപ്പിൾ അല്ല. അപ്പം അതിന് മുന്നേ ഉള്ളത് ഏതാണ്? 32 ആണ്. അപ്പം ഇതിനെ 7 ×
2 സ്ക്വയർ ഇൻറ്റു അല്ലേ 2 സ്ക്വയർ ഇൻറ്റു 2^32 എന്ന് എഴുതിയതിന് ശേഷം 7 ഇൻറ്റു 4 അല്ലേ 2 സ്ക്വയർ 4 2^8 256 ഹോൾ ടു ദ പവർ എന്ത് വരും 4 വരും. അപ്പം നമുക്ക് എന്ത് എഴുതാം 7 ഇൻറ്റു 4 ഇൻറ്റു 256 എന്ന് പറഞ്ഞാൽ 253 മൈനസ് എന്താണ് 3 ആണ് ഹോൾ ടു ദ പവർ 4. ഇനി ഇവനെ ബൈനോമിയൽ എക്സ്പാൻഷനിലേക്ക് കൊടുക്കുമ്പം എല്ലാ ടേമിലും എന്തുണ്ട് 253 ഉണ്ട്. 253ൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ 253 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 23 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ആരാണ് ബാക്കി വരിക 28. 7 ഇൻറ്റു 4 28. ബാക്കി വരുന്നത് ഏതാണ് -3^4 ആണ്. അതായത് ബൈനോമിയൽ എക്സ്പാൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അല്ലേ. ഇനി നിങ്ങൾ എന്ത് മനസ്സിലാക്കുക -3^4 എന്ന് പറഞ്ഞാൽ 81 ആണ്. അപ്പം 28 ഇൻറ്റു 81നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണെന്ന് നോക്കിയാൽ മതി. ഞാൻ എന്ത് നോക്കുന്നു 28നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 5 ആണ്. 81നെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 12 ആണ്. 5 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ ഞാനത് 60 എന്നെടുത്തു. 60യെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 60യെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്താണ് 60യെ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 14 ആണ്. സോ ദ ആൻസർ ഈസ് എ, ഓപ്ഷൻ എ 14 ആണ്. അപ്പോൾ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ്. നിങ്ങൾ കറക്റ്റായിട്ട് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് JEE മെയിനിന് വരാറുണ്ട്. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.